ഇന്നത്തെ വീഡിയോയിൽ നോർത്ത് ഇറ്റലിയിലെ സെന്റ് ആന്റണീസ് പുണ്യാളനാൽ ഫേമസ് ആകപ്പെട്ട പാദുവായിലെ സെന്റ് ജുസ്തീന ബസിലിക്ക കാണുവാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു 1.5 വർഷം മുമ്പ്. എൻ്റെ കൂട്ടത്തിലുള്ളത് സേദ ദെല്ല സപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബ്രദേഴ്സാണ്. ഇത് റോമിലാണുള്ളത്. എല്ലാ വർഷവും ഇവിടെ നിന്ന് സെക്കൻഡ് ഇയേഴ്സ് സെമിനാരിസ്റ്റ് മിനിസ്ട്രി വർക്കിന് വരാറുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവരുടെ ഈ ഗ്രൂപ്പിൽ സാധാരണയായിട്ട് ഒരു മലയാളി ബ്രദർ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ വർഷം ആദ്യമായിട്ട് പാലായിൽ നിന്നുള്ള ഒരു സെമിനാരിസ്റ്റ് വന്നിട്ടുണ്ട്, ബ്രദർ ജോയൽ തോമസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രത്തൽ മാർക്കോയുടെ നേതൃത്വത്തിൽ സെയിന്റ് ജസ്റ്റീനയുടെ ബസിലിക്കയിലേക്ക് കയറാൻ പോവുകയാണ്. 4-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വഹിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജസ്റ്റീന അല്ലെങ്കിൽ വിശുദ്ധ ജുസ്തീന. ബെനഡിക്റ്റൻ ആശ്രമത്തോട് ചേർന്നാണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഇറ്റലിയിലെ 2ാമത്തെ വലിയ ചതുരമായ പ്രാത്തോ ദെല്ല വാലെ എന്ന് പറയുന്ന ചതുരം സ്ഥിതി ചെയ്യുന്നത്. തന്നെയുമല്ല, ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ ചതുരങ്ങളിൽ എണ്ണപ്പെട്ട ഒന്നാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. പടുകൂറ്റനായ ഫ്രണ്ട് ഡോറും അതുപോലെ തന്നെ സൈഡിലത്തെ 2 ചെറിയ ഡോറുകളും തീർത്തിരിക്കുന്നത് ബ്രോൺസിലാണ്. ഇറ്റലിയിലെ 7ാമത്തെ വലിയ ദേവാലയമായ സെന്റ് ജുസ്തീന ചർച്ചിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണിപ്പം. ഇതിന് 118 മീറ്റർ നീളവും 82 മീറ്റർ വീതിയുമാണുള്ളത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു ലാറ്റിൻ കുരിശിൻ്റെ ആകൃതിയിലായിട്ടാണ്. 3 നേവുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ 26ഓളം വലിയ തൂണുകളിലായിട്ട് 8 ജനലുകളോടുകൂടിയ ഡോമുകളാണ് ഉള്ളത്. ഇവയാണ് ഈ ചർച്ചിനെ പ്രകാശപൂരിതമാക്കി വെക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സുവിശേഷകനായ ലൂക്കയുടെയും അപ്പോസ്തോലനായ മത്യാസിൻ്റെയും തോമ്പുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുള്ളതാണ്. നമ്മളിപ്പം മെയിൻ നേവിലൂടെ കടന്ന് പ്രധാന അൾത്താരയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ അൾത്താരയിലാണ് പാദുവായിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ ജുസ്തീനയുടെ റിലീക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. 1579 പാവുളോ വെറോണേസെ വരച്ച എണ്ണച്ചായ ചിത്രമായ ദ മാർട്ടിഡം ഓഫ് സെന്റ് ജുസ്തീന ആണ് അൾത്താരയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ബ്രദർ മാർക്കോയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം വിശദീകരിച്ചു തരുന്നത്. നമ്മൾക്ക് ഈ അൾത്താര നോക്കുമ്പം കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ഇത് നിർമ്മിച്ചിരിക്കുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കല്ലുകളും രത്നങ്ങളും കൊണ്ടാണ്. പ്രധാനമായിട്ടും പോളിക്രോം എന്ന് പറയുന്ന ഒരു മാർബിളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ പാദുവായിൽ ഒരു ധനിക കുടുംബത്തിലാണ് ജസ്റ്റീന ജനിക്കുന്നത്. അതീവ സുന്ദരിയും യുവതിയുമായ ജസ്റ്റീന കന്യാസ്ത്രീ അല്ലായിരുന്നെങ്കിലും അവൾ നിത്യ കന്യത്വത്തിന്റെ പ്രതിജ്ഞകൾ എടുത്തിരുന്നു. നീറോയും മാസ്മില്യൻ പ്രൊഫറ്റും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയ അവസരങ്ങളിൽ ക്രിസ്ത്യാനികളെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിക്കുകയും ശ്രമിച്ചപ്പോഴാണ് അറസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് റോമൻ ദേവതയെ ആരാധിക്കാനും അവളുടെ കന്യാത്വം ബലിയർപ്പിക്കാനും ക്രിസ്തുമതം ഉപേക്ഷിക്കാനും നിർബന്ധിച്ചു. ഇതിന് വിസമ്മതിച്ചതിനെ തുടർന്നാണ് 304-ൽ മാസ്മില്യൻ അവളെ വാളുകൊണ്ട് കുത്തിക്കൊല്ലുകയും രക്തസാക്ഷിയാകുകയും ചെയ്തത്. ഒക്ടോബർ 7-നാണ് വിശുദ്ധ ജുസ്തീനയുടെ തിരുനാൾ. ഇനി നമ്മൾ മെയിൻ അൾത്താരയുടെ വലത് ഭാഗത്തേക്ക് തിരികുകയാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം 26ഓളം ചാപ്പൽസുകളുണ്ട്. ഇനി നമ്മൾ അപ്പോസ്തോലനായ വിശുദ്ധ മത്യാസിൻ്റെ തോമ്പിൻ്റെ അടുത്തേക്കാണ് പോണത്. സൈഡിലുള്ള ചുവരുകളിൽ വർണ്ണശബളമായ ഓയിൽ പെയിൻറ്റുകൾ കാണാൻ സാധിക്കും. താഴെയായിട്ടാണ് 16-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ബലിപീഠവും കുമ്പസാരക്കൂടുകളും വെച്ചിരിക്കുന്നത്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്തോസിന്റെ പകരമായിട്ട് ദൈവം അപ്പോസ്തോലന്മാരാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തോലനായ വിശുദ്ധ മത്യാസിന്റെ ശവകുടീരത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വിശുദ്ധ മത്യാസ് എത്യോപ്യയുടെ ഉൾപ്രദേശങ്ങളിൽ ബാർബിയന്മാരോട് സുവിശേഷം പ്രസംഗിച്ചുവെന്നും സെബസ്റ്റോപോളീസിൽ വെച്ച് മരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. റോമിലെ ഹിപ്പോറ്റോളിസിന്റെ അഭിപ്രായത്തിൽ വിശുദ്ധ മത്യാസ് വാർദ്ധക്യം മൂലം ജെറുസലേമിൽ മരിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ മത്യാസ് ജെറുസലേമിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും അതിനുശേഷം ശിരച്ഛേദം ചെയ്യുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. വിശുദ്ധ മത്യാസിന്റെ മരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ റിലീക്കുകൾ ഇവിടെ എത്തപ്പെട്ടതിനെക്കുറിച്ചും കാനോനികപരമായി വ്യക്തതയൊന്നുമില്ല. 1718-ൽ അന്റോണിയോ ബാലസ്ത്രയുടെ ഒരു ഓയിൽ പെയിന്റ് ആണ് ഇവിടെ കാണുന്നത്. വിശുദ്ധ കോസ്മോസിനെയും വിശുദ്ധ ഡാമിയനെയും മാലാഹ രക്ഷിക്കുന്നതാണ് രചന. ഇനി നമ്മൾ രക്തസാക്ഷികളുടെ ഇടനാഴിയിലേക്ക് കടക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ ഹൈലൈറ്റ് ആണ് രക്തസാക്ഷികളുടെ കിണർ. ഈ കൊറിഡോറിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇത് അഷ്ടഭുജാകൃതിയിലാണുള്ളത്.
ഇതിന്റെ നേരെ മേളിലായിട്ട് കാണുന്ന താഴികക്കുടം ജാക്കോമോ സെറൂട്ടിയുടെ കലാസൃഷ്ടിയാണ്. അങ്ങനെ ബ്രദർ ഗ്വിൻസിലിയും ഫ്രാൻസിസും ഇത് കണ്ടു കഴിഞ്ഞു. ഇനി ജോയലിന്റെ ടേൺ ആണ്. അവനെല്ലാം വിശദമായി നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഏകദേശം നല്ല ആഴമുള്ള ഒരു കൊച്ചു കിണറെന്ന് വേണേൽ പറയാം. ജോയൽ അതിനെ സൂം ചെയ്ത് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്കതിനെ കാണിച്ചു തരാം. എത്രമാത്രം കാണാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. മനുഷ്യ ശരീരത്തിലെ നീളം കൂടിയതും സ്ട്രോങ്ങസ്റ്റുമായിട്ടുള്ള കുറേ ഫ്യൂമർ ബോണുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പേരറിയാത്ത എത്രയോ വിശുദ്ധരുടെ അസ്ഥികൂടങ്ങളായിരിക്കും ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കുക. ദേ അവരൊക്കെ അങ്ങ് മുമ്പോട്ട് പോയി. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ടൊരു കിടിലൻ സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് പാതുവായിലെ ആദ്യത്തെ ബിഷപ്പായ പ്രോസ്ഡോമസിന്റെ ചർച്ചിലേക്ക് കടക്കുന്ന ഇടനാഴികയാണ്. ഇത് ഈ കാണുന്ന ഇരുമ്പ് ചട്ടക്കൂടാണ് വിശുദ്ധ ലൂക്കാസ്ലിഹായുടെ ശവമഞ്ചകം സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് ചട്ടക്കൂടാണിത്. ഉള്ളിലായിട്ട് പഴയ പലകകൾ, അതായത് ശവമഞ്ചകത്തിന്റെ പഴയ പലകകളും നമുക്ക് കാണാൻ സാധിക്കും. അന്ത്യോക്യയിൽ അഥവാ സിറിയയിൽ ജനിച്ച സുവിശേഷകൻ തന്റെ 84-ാമത്തെ വയസ്സിൽ ഗ്രീക്കിലെ തീബസ് നഗരത്തിലാണ് മരിച്ചടക്കം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ 338-ൽ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അവിടുന്നാണ് ഇറ്റലിയിലെ പാദുവയിലേക്ക് കൊണ്ടുവരപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വെനേത്തോ മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടങ്ങളിലൊന്നാണ്. ഇത് 6-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. 1117-ൽ വെറോണയിൽ ഒരു അതിഭയങ്കരമായ ഭൂമികുലുക്കം സംഭവിച്ചിരുന്നു. റെക്ടർ സ്കെയിൽ ഏകദേശം 6.8 ആയിരുന്നു. ഇതിൽ 30,000-ഓളം ആൾക്കാരാണ് മരണപ്പെട്ടത്. ഒത്തിരിയധികം കെട്ടിടങ്ങളും ചർച്ചുകളും നശിപ്പിക്കപ്പെട്ടു. ആ വലിയ ഭൂമികുലുക്കത്തെ അതിജീവിച്ച ഓപ്പിലോണിയ ബസിലിക്കയുടെ ഒരേ ഒരു സംരക്ഷിത അവശിഷ്ട ഭാഗമാണിത്. അങ്ങനെ ഇത് അവശിഷ്ടങ്ങളെ സംരക്ഷിക്കുന്നതിനായി സമർപ്പിച്ച ഒരു ചാപ്പലാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് ഇവിടെ കാണുന്ന ഈ പാനലിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. രക്തസാക്ഷികളുടെ കിണറിൻ്റെ അടുത്തായി ഭക്തസാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. ജോയലിന്റെ ഏറ്റവും വലിയൊരു ഹോബിയാണ് വിശുദ്ധരുടെ റിലീക്കുകൾ ശേഖരിക്കുക എന്നുള്ളത്. വൻ കളക്ഷൻ തന്നെ കയ്യിലുണ്ട്. അങ്ങനെ ഇവിടുന്ന് കുറേ റിലീക്കുകൾ വാങ്ങിക്കാൻ സാധിച്ചു. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് നാറുദിൻ ഓയിലാണ് 10 ml. അതായത് മഗ്ദലനാമറിയം യേശുവിന്റെ കാലിൽ പുരട്ടിയ സുഗന്ധം ഇതായിരുന്നു. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ ദേവാലയത്തിന്റെ മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ ഇടത്തെ സൈഡിലേക്കാണ് പോണത്. ഇവിടെയാണ് അടുത്ത ഹൈലൈറ്റ് ആയിട്ടുള്ള സെന്റ് ലൂക്കോയുടെ ടോംബ് ഉള്ളത്. ലൂക്ക സുവിശേഷത്തിന്റെയും അപ്പോസ്തോല പ്രവർത്തികളുടെയും പരമ്പരാഗത രചയിതാവായ സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ തിരുശേഷിപ്പുകൾ ഈ സ്മാരകത്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ പ്രതീകാത്മ പ്രതിദാനമായ ചിറകുള്ള കാളയും 2 മാലാഖമാരെയുമാണ് അലബാസ്റ്റർ പാനലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയം ആയതുകൊണ്ട്, കുർബാന സമയം അല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ അടുത്ത് കയറി ചെന്നെല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ അറിയുന്ന എല്ലാ പ്രധാനപ്പെട്ട വിശുദ്ധരെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 26 ചാപ്പൽസ് ഉണ്ട്. അതെല്ലാം ഓരോ വിശുദ്ധരെയും പ്രതിനിധീകരിക്കുന്നതാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്തതും അറിയപ്പെടാത്തതുമായ വിശുദ്ധരാണ് കൂടുതലും. ഇവിടെ ഈ എൻട്രൻസിൻ്റെ അടുത്തായിട്ട് ഒരു മരക്കുരിശുണ്ട്. ഇത് പൂർണ്ണമായ മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളെല്ലാം കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ കാണുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രാത്തോ ദെല വാലെ എന്ന് പറഞ്ഞ ചതുരം. ഇത് 90,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ മധ്യഭാഗത്തായി ഈസുള ദെല മേമ്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിനെ ചുറ്റി 2 വളയങ്ങളോടുള്ള പ്രതിമകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ കനാലും ഉണ്ട്. 78ഓളം പ്രതിമകളാണ് ഈ വളയത്തിന് ചുറ്റും വച്ചിരിക്കുന്നത്. ബാഹ്യ വളയത്തിൽ 40ഓളം പ്രതിമകളുണ്ട്. അകത്തെ വളയത്തിലായിട്ട് 38ഓളം പ്രതിമകളുമാണ് ഉള്ളത്. ആദ്യകാലങ്ങളിൽ ഇവിടെ വച്ചായിരുന്നു പല പൊതുസമ്മേളനങ്ങളും നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ പുതുവത്സര ദിനത്തിലും പ്രധാനപ്പെട്ട തിരുനാളുകളിലും സംഗീതവും വെടിക്കെട്ടും ഉൾപ്പെടുന്ന പാർട്ടികളാണ് നടത്തപ്പെടാറുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ സ്ക്വയറിന്റെ മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ സ്ക്വയർ കുറുകെ കടന്നത് സെന്റ് ആന്റണീസ് ചർച്ചിലോട്ട് പോകാനായിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സെന്റ് ആന്റണീസ് ചർച്ചിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഇന്നത്തെ ദിവസം മുഴുവനും ഈ പാതുവായിൽ കറങ്ങാനാണ് പ്ലാന്. അതായത് 3 പള്ളികൾ സന്ദർശിക്കാനാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ പള്ളി കഴിഞ്ഞു. അടുത്തത് എല്ലാവർക്കും പ്രിയപ്പെട്ട പാതുവായിലെ സെന്റ് ആന്റണീസ് ചർച്ച്.